ദാ വരുന്നു. എന്തു വേണം? സബ് രജിസ്ട്രാർ അജിത് കുമാർ താങ്കളല്ലേ? അല്ല. ഞങ്ങൾ നിങ്ങളോട് ചോദിച്ചത് നിങ്ങൾ ഔദ്യോഗികമായിട്ട് വഹിക്കുന്ന പദവിയെക്കുറിച്ചാണ്. അത് നിഷേധിക്കാൻ ഒരു മടിയില്ലേ നിങ്ങൾക്ക്? നിങ്ങളാരാ? ഞാനെന്തിനാ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ ഉത്തരം പറയുന്നത്? ഈ നിൽക്കുന്നത് ആരാ നിങ്ങൾക്കറിയില്ലേ? ഇല്ല. എന്റെ പേര് ശ്യാമ. ഞാനൊരു സിംഗറാണ്. എനിക്കിപ്പോ നിങ്ങളോട് സംസാരിക്കാൻ സമയമില്ല. ഒരു പ്രൈവസിക്ക് വേണ്ടിയാ ഇവിടെയെങ്കിലും വന്ന് താമസിക്കാന്ന് വെച്ചത്. ഇവിടെ വന്ന് ബുദ്ധിമുട്ടിക്കാന്ന് വെച്ചാ? അയ്യോ, നിങ്ങക്ക് ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കി അതിന്റെ പേരിൽ ആഘോഷം. മാത്രമേ നിങ്ങൾ കാര്യം പറയുന്നുണ്ടോ? എനിക്കറിയേണ്ടത് കഴിഞ്ഞ ദിവസം നിങ്ങളുടെ രജിസ്റ്റർ ഓഫീസിൽ നടക്കാനിരുന്ന ഒരു രജിസ്ട്രേഷനെ കുറിച്ചാണ്. രാധിക എന്നൊരു പെൺകുട്ടി നിങ്ങളുടെ മുന്നിലെത്തിയിരുന്നു. ഐശ്വര്യ എന്നൊരു സ്ത്രീ കൊണ്ടുവന്നതാവളെ. ഒരു കള്ളപ്രമാണത്തിൽ ഒപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് അവളെ അവിടെ കൊണ്ടുവന്നതും. നിങ്ങളതിന് കൂട്ടുനിന്നില്ലായിരുന്നെങ്കിൽ രജിസ്റ്റർ ഓഫീസിനകത്ത് വരെ അതെത്തില്ലായിരുന്നല്ലോ. മിസ്റ്റർ അജിത് കുമാർ, ഒളിച്ച് താമസിക്കുന്ന നിങ്ങളെ ഇവിടെ വന്ന് ഞങ്ങൾക്ക് കാണാൻ കഴിയുമെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടാവുമല്ലോ. നോക്ക്, മുമ്പേ നിൽക്കുന്നത് രണ്ട് സ്ത്രീകളായോണ്ടാ ഞാൻ അല്പം മര്യാദയോടെ സംസാരിക്കുന്നത്. നിങ്ങൾ എന്നെ സർവീസ് ചട്ടം ഒന്നും പഠിപ്പിക്കണ്ട. യൂണിയനിൽ ഞാൻ ഏത് പൊസിഷനിലായിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഞാനൊന്ന് വിളിച്ചാ എനിക്ക് വേണ്ടി ഇടപെടാൻ എത്ര പേരുണ്ടാവുമെന്നറിയാവോ? കൂടുതൽ കളിച്ചാലേ പാടി ഉണ്ടാക്കിയിരിക്കുന്ന പേരെ അത് പിള്ളേര് വലിച്ചങ്ങ് കീറും. അതിനു മുമ്പ് സ്ഥലം വിടാൻ നോക്ക്. ഞാൻ വല്ലാണ്ടങ്ങ് പേടിച്ചു പോയി അജിത് കുമാർ.